ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിവ് പണികളിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ അരിയൊക്കെ തലേ ദിവസം റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളപ്പിച്ച് ഓർത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും സേമിയ ഉപ്പുമാവൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എളുപ്പമുള്ള പണികളാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടാണ് എല്ലാം അരിയിലും ചേലൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം അരിഞ്ഞൊക്കെ വയ്ക്കും. അപ്പോൾ രാവിലെ എണീറ്റ് എളുപ്പമുണ്ടല്ലോ. അപ്പം അങ്ങനെ പനിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു. ഇപ്പം ഞാൻ എല്ലാ ദിവസവും നിച്ചുവിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുന്നേ കുളിക്കും. അതാകുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ പോകാറാകുമ്പോഴേക്കും മുടിയൊക്കെ ഉണങ്ങി കെട്ടി വയ്ക്കാമല്ലോ. അപ്പോൾ ദാ നിച്ചു ഇവിടെ കിടന്ന് നല്ല ഉറക്കാം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങൾ എണീക്കില്ല അല്ലേ കുഞ്ഞാ? എണീക്കടാ, ദേ വീഡിയോ എടുക്കണടാ. ഗുഡ് മോർണിംഗ് പറയേ. നീ എണീപ്പിക്കട്ടെ. ഉമ്മയൊക്കെ കൊടുത്ത് കൊഞ്ചിച്ചാലേ കൊച്ചെണീക്കുള്ളൂ. നിച്ചുവിൻ്റെ വെള്ളം അടുപ്പത്തിരിക്കാൻ മോനെ, ചൂടാക്കാനായിട്ട്. അതിപ്പോൾ തിളച്ചു പോവും. എണീക്കോ, കുളിക്കണ്ടേ? പിന്നെ നിച്ചുവിനെ സോപ്പിട്ട് എഴുന്നേൽപ്പിക്കാനുള്ള ഓരോ വിദ്യകളാണ്. മസാജിങ്ങും ഉമ്മ വെച്ച് അങ്ങനെ സോപ്പിട്ടൊക്കെ വേണം എഴുന്നേൽപ്പിക്കാൻ, അല്ലെങ്കിൽ മൂടൊട്ടും ശരിയാവില്ല. അങ്ങനെ നിച്ചുവിൻ്റെ സ്നാക്കും ചോറും വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിച്ചു പൗഡർ ഇടുന്നു അല്ലേ? ഞാൻ ഇട്ടത് പോരാണ്ട് അവക്കിടണമെന്ന്. ആ സുന്ദരിയായി. മതി. അച്ചയുടെ ചന്ദനം തൊടലാണ് ഈ കാണുന്നത് അല്ലേ? ഇന്ന് കറക്റ്റ് സമയത്ത് വൈകി. എന്നാൽ ബസ് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞങ്ങൾ ധൃതി പിടിച്ചാണ് ചെയ്തത്. പോവാം, ടാറ്റ കൊടുക്കോ. ഇന്ന് വെറൈറ്റിക്ക് അച്ഛ ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞാൽ അച്ഛയാണ് കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നിച്ചു പിന്നെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ. നിച്ചു പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അതലൊക്കെ കഴിഞ്ഞ് കിടക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അതൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 10:10 ആയിട്ടുള്ളൂ. ഞാൻ 11 മണിയാകുമ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇപ്പോൾ സ്കൂട്ടറിനാണല്ലോ പോകുന്നത്. 11 മണിക്ക് ഇറങ്ങിയാൽ മതി. പിന്നെ അവിടെ നിന്ന് മെട്രോയ്ക്കും പോകും. ബ്ലോക്കൊന്നും കിട്ടില്ല. പിന്നെ എന്തായാലും 12 മണിക്ക് മുമ്പ് എന്തായാലും എത്തും. ഒരു 5-10 മിനിറ്റ് ഞാൻ മുമ്പ് എന്തായാലും എത്തും, 11 മണിക്ക് ഇറങ്ങിയാലും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത്രയും സമയമുണ്ട്. പണികളെല്ലാം കഴിഞ്ഞു. അടുക്കളയിലെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. തുണികളൊക്കെ അലക്കിയതൊക്കെ വിരിച്ചിട്ടു. എല്ലാം ഫുൾ ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് റെഡിയായി പോയാൽ മതി. അപ്പോൾ ഞാൻ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇത് എൻ്റെ പുതിയൊരു ഹോബി ഞാൻ തുടങ്ങിയതാണ്. ഇതെന്താ, ഇത് എന്നിട്ട് അറിയായിരിക്കും എല്ലാവർക്കും, ജേർണലിംഗ് എന്നൊക്കെ പറയും. ഈ കുറേ സ്റ്റിക്കേഴ്സും ഇതൊക്കെ ഒട്ടിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കോട്ട്സൊക്കെ പോലെയൊക്കെ എഴുതിയിട്ട് കുറേ സ്റ്റിക്കേഴ്സും അതും ഇതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആകില്ലേ ആ സംഭവം. അത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് മാത്രം ഒട്ടിക്കുന്നതുണ്ട്. പിന്നെ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എഴുതുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ ഇതെന്ത് സംഭവം ഇങ്ങനെ ചുമ്മാ കുറേ സ്റ്റിക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എനിക്ക് വലിയ അതൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ധരിച്ച് വിടുമായിരുന്നു. പിന്നീട് ഇത് കണ്ട് എനിക്കെന്തോ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ ഞാനത് പിന്നെ കൂടുതൽ കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ മേടിച്ചതാണ് ഒരു ബുക്കും പിന്നെ കുറച്ച് സാധനങ്ങൾ. ഇങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത് തുടങ്ങുന്നില്ലല്ലോ. ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടതും പിന്നെ അങ്ങനെയൊക്കെയല്ലോ. അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹോബി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബി ആയിരിക്കുമല്ലോ. ബുക്സ്, ചിലവർ ബുക്ക് റീഡിങ് ആയിരിക്കും, ചിലവർക്ക് ഡ്രോയിങ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഡാൻസ് കളിക്കുക, ക്രാഫ്റ്റ് ചെയ്യാൻ. ഇതിൽ ഡാൻസ് വെച്ച് ബാക്കിയെല്ലാം എൻ്റെയും ഹോബീസൊക്കെ തന്നെയാണ്. പല ഓരോ മൂഡ് അനുസരിച്ച് പാട്ട് കേൾക്കണതും അതുപോലെ റീഡിങ്, പിന്നെ
ഇതുപോലെ ഡ്രോയിങ് എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരയ്ക്കുന്നത്, ക്രാഫ്റ്റ് യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അത് എപ്പോഴൊന്നുമില്ല, ഇങ്ങനെ ഓരോ മൂഡ് അനുസരിച്ച് പണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചിലപ്പോൾ മൂഡ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം വരയ്ക്കും, ഡ്രോയിങ്. അത് ഈ ഇമാജിനേഷനിൽ നിന്നൊന്നും എടുത്ത് വരയ്ക്കാൻ എനിക്ക് അത്ര ഇതില്ല കേട്ടോ. അത് നമ്മുടെ പഴയ മറ്റേ മലയും സൂര്യനും കാക്കയും പിന്നെ പുഴ, സൈഡിൽ വീട്, നെൽപ്പാടം, തോണി, ഇതൊക്കെ തന്നെയാണ് എനിക്കറിയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പടം നോക്കിയിട്ട് അത് നമ്മൾ അതുപോലെ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ വരയ്ക്കും എന്നാണ് കാണുന്നവരും പറയാറുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ അങ്ങനെ നോക്കി വരയ്ക്കാൻ എനിക്ക് അറിയാം. അത് ഞാൻ പണ്ട് ഒരു ബുക്കിലൊക്കെ ഇങ്ങനെ ഈ ഫെയറി ടെയിൽസ് ഒക്കെ കഥകളില്ലേ അത് വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നല്ല നല്ല പടങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ രാജകുമാരനും രാജകുമാരിയും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്, അത് ഡ്രോയിങ്ങിന്. അപ്പോൾ ഇങ്ങനെ ഓരോ പേജിൽ ഇങ്ങനെ ഓരോ കഥയിലെ ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. അതുപോലെ ബുദ്ധൻ്റെ അതൊക്കെ നോക്കിയാണ് കേട്ടോ, അല്ലാതെ ഇമാജിനേഷനിൽ നിന്ന് എടുത്ത് വരയ്ക്കാൻ അത്ര കഴിവില്ല. പിന്നെ മഹാദേവൻ്റെ അങ്ങനെയൊക്കെ ഓരോ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് അത് നോക്കിയൊക്കെ വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് ഓരോ മൂഡ് തോന്നുമ്പോൾ ഓരോ ഹോബിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഇത് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ വീഡിയോസ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ജേർണലിങ് ചെയ്ത് നോക്കുന്നുണ്ട്. എൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഞാൻ 2 പേജ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഈ കളിക്കുടുക്കയുടെ പേജൊക്കെ പോലെ ചിലപ്പോൾ തോന്നുമായിരിക്കും. കാരണം ശരീരം വളർന്നെങ്കിലും മനസ്സിപ്പോഴും മറ്റേ പണ്ട് പൂമ്പാറ്റയും പൂവും അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. പിന്നെ ഞാൻ അങ്ങനത്തെയൊക്കെ കൂടുതൽ ഇപ്പോൾ മേടിച്ചത്. പിന്നെ ചെയ്ത് തുടങ്ങിയിട്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചില്ല, അപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കുറേ ക്രിയേറ്റിവിറ്റിയും ഇതെന്തായാലും ഞാൻ കോപ്പി അടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ജേർണൽ പേജ് ഇട്ട് അതുപോലെ തന്നെ പകർത്തി എൻ്റെ മനസ്സിലെന്താ തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അതിനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച്. അപ്പോൾ ഇപ്പം ഞാൻ മേടിച്ച സ്റ്റിക്കറൊക്കെ ഏതാണ്ട് കളിക്കൊടുക്കാൻ വേണ്ട സ്റ്റിക്കേഴ്സൊക്കെയാണ്. അതിന് ചെയ്ത് ശരിയായി വരുമ്പോൾ നമുക്ക് മറ്റിങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ വരയ്ക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ ക്രിയേറ്റിവിറ്റീൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 2 പേജ് ചെയ്തു. അതുപോലെ തന്നെ ബുക്കിന് 2-3 ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, റീഡിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിലൊന്നാണ് റീഡിങ്. അപ്പോൾ കുറേ നാളായിട്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല, ബുക്സ് ഒന്നും വായിക്കലൊന്നും ഉണ്ടായില്ല. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ പുസ്തകോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 2-3 ബുക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ റീഡിങ്ങും റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പുതിയൊരു ഹോബിയും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സന്തോഷം തോന്നുന്നു, നമ്മുടെ ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, നെഗറ്റീവ് തിങ്കിങ്സ് ഒക്കെ കുറയ്ക്കുക. അതുപോലെ നമ്മൾ സ്ഥിരം ഒരേ റുട്ടീനിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ. അപ്പോൾ അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സിനൊന്ന് ഹാപ്പി ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. മ്യൂസിക് കേൾക്കും, ഇതുപോലെ ഡ്രോയിങ്, അങ്ങനെ റീഡിങ്, അങ്ങനെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹോബികളിലൊന്നാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വരയ്ക്കോ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ വായന. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റീസിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ചെയ്ത 2 പേജ് ജേർണലിങ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഈ കുഞ്ഞു കുട്ടികളുടെ കഥാ ബുക്ക് പോലത്തെ പേജസ് കാണിച്ചു തരേ. ഇതാണ് എൻ്റെ ബുക്ക്, അതിൻ്റെ ഫ്രണ്ട് പേജ്. മൈ ജേർണൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, കണ്ടോ, പൂമ്പാറ്റ, പൂവ്, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റംസ്. പിന്നെ ഞാൻ ഇതൊക്കെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഇതല്ലാതെ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് ഞാൻ സെപ്പറേറ്റ് വെട്ടി ഒട്ടിച്ചാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. മറ്റേ A4 പേപ്പർ വെട്ടിയിട്ട്. ആക്ച്വലി ഞാനിതൊരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ 4-6 മടക്കിയിട്ട് വെട്ടിയതാണ്. വെട്ടിയ സൈഡ് മാറിപ്പോയി, പൂവായിട്ട് കിട്ടിയില്ല, അത് കട്ടായി പോയിട്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് കിട്ടി. എന്തായാലും അപ്പോൾ ഹാർട്ട് ഷേപ്പ് എന്ന് വിചാരിച്ചാൽ ഒട്ടിച്ച് വെച്ചതാണ്. ഞാൻ ഇവിടെ ഒരു പൂവ് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ചെറുതായിട്ടൊന്ന് പണി പാളി ഹാർട്ടായി, ആയാലും കുഴപ്പമില്ലല്ലോ, നല്ലതാണല്ലോ. അങ്ങനെ കളറൊക്കെ ചെയ്ത് ഒട്ടിച്ച് വെച്ചതാണ്. ഇതൊക്കെ ബാക്കിയൊക്കെ സ്റ്റിക്കേഴ്സ് ഞാൻ എൻ്റെ തോന്നിയ പോലെയൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് ഫ്രണ്ട് പേജ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ ചെയ്തതാണ്, കണ്ടോ, ഒരു കളിക്കുടുക്കയിലേക്ക് നോക്കുന്ന പോലെയല്ലേ. ഇത് ഹലോ മൈ നെയിം ഈസ്, ഇതൊരു സ്റ്റിക്കറാണ്. ഹലോ മൈ നെയിം ഈസ് കാണില്ല, ഞാൻ എൻ്റെ പേര് എഴുതി സുകന്യ. അത് ഇച്ചിരി ഇങ്ങനെ കണ്ടി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നു എൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഫുൾ പുറത്തെടുക്കുക, എൻ്റെ കഴിവുകൾ. അപ്പോൾ അതിൽ കൂടി നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. അതാണ് ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാത്തിൻ്റെ ഉപരി നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, അതാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നു അങ്ങനെയുള്ളതല്ല, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി പൂവ് ഞാൻ വരച്ചതാണ്, ബാക്കിയിതൊക്കെ സ്റ്റിക്കേഴ്സാണ്. ഇതെൻ്റെ കൊച്ചിൻ്റെ നെയിം സ്ലിപ്പിൻ്റെ ബാക്കി ഇരുന്നത് കുറേ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം തൊട്ടിച്ചതാണ്. ഇതൊരു സ്റ്റിക്കറാണ്. ഇതിങ്ങനെ ടേപ്പ് പോലെ കിട്ടുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. ഈ 2 പേജ് ചെയ്തിട്ടുള്ളൂ. 2 ദിവസം ആയോളം ഇത് മേടിച്ചിട്ട്. ഒരു ശ്രദ്ധ ചെയ്തു. എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ലായിരിക്കും, എന്നാലും സമയം പോലെ. പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ മടുപ്പ് തോന്നിയോ അങ്ങനെ എന്തെങ്കിലും ബോറടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന സമയത്ത് ഇതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സിങ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പുതിയ ഹോബി. പിന്നെ ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ ചെയ്യാം. ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി നന്നാവും. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാം. ചെയ്ത് വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ മറ്റേ ഇപ്പോൾ സെൻറ്റാങ്കിൾ ആർട്ട്, അതുപോലെ മണ്ഡല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ്. അതൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ ബുക്സ് ഞാൻ മേടിച്ചത്. അപ്പോൾ റീഡിങ് ആൻഡ് ജേർണലിങ് എൻ്റെ പുതിയ, ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഹോബിയാണ്, ഇത് പുതിയ ഹോബി. അപ്പോൾ എൻ്റെ ജേർണലിങ് പോലത്തെ കളിക്കുടുക്ക പോലെ പേജ് പോലത്തെ ജേർണലിങ് കണ്ടില്ലേ,
ഇനി ഇതുപോലെ ഇനി വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി സ്റ്റാൻഡേർഡൊക്കെ ആക്കും പോകെ. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ഇതൊക്കെ വെച്ച് പിന്നെ എൻ്റെ മനസ്സ് കുഞ്ഞിക്കുട്ടികളുടെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ അത് വെച്ച് എനിക്ക് കൂടുതൽ ഈ പൂക്കൾ, പൂമ്പാറ്റ, കളർഫുൾ ഐറ്റംസ് അതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോൾ ഓരോ നമുക്ക് സ്റ്റാൻഡേർഡ് കൊടി വരാം അങ്ങനെ എല്ലാത്തിനുപരി നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ഹാ എന്ത് ഭംഗി അങ്ങനെ നമുക്ക് തോന്നും. മറ്റുള്ളവർക്ക് തോന്നിയില്ലെങ്കിലും നമുക്ക് തോന്നിയാൽ മതി, നമ്മുടെ സന്തോഷത്തിനല്ലേ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ 10:30 ആവുന്നു. ഇനിയിപ്പോൾ ഞാൻ പതുക്കെ റെഡിയാവാനുള്ള കാര്യങ്ങളും ഇതൊക്കെ നോക്കി റെഡിയായിട്ട് പതുക്കെ ഇറങ്ങി. ഇന്നാണെങ്കിൽ മൊത്തത്തിലൊരു മഴ ദിവസമാണ്. മഴക്കോട്ട് ഉണ്ട്, എന്നാലും മഴയത്ത് ഇങ്ങനെ സ്കൂട്ടറിന് പോകുമ്പോൾ ഒരു ഇതൊക്കെ ഇട്ട് വലിയ ചടങ്ങാണ്. ഒന്നാമത് എൻ്റെ കയ്യിൽ ലാപ്പുണ്ട്, അത് നനയോന്നാണ് എനിക്ക് ഏറ്റവും പേടി. ഞാൻ മൊത്തത്തിലാണ് കോട്ട് ഇടുകയാണെങ്കിൽ എന്നാലും ഈ ഒരുപാട് മഴയൊക്കെ പെയ്ത് ലാപ്ടോപ്പ് കൊണ്ടുപോകുമ്പോൾ അത് നനയരുതല്ലോ. മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ ഇറങ്ങുമ്പോൾ. ഇനിയിപ്പോൾ റെഡി ആവാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോൾ നല്ല മഴയാണ്. മഴ മാറുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. കൂടും കുറയും അങ്ങനെ നിൽക്കുക. മാറുമെന്ന് വിചാരിച്ചിട്ട് കോട്ടിടാണ്ട് സമ്മതിക്കില്ല. ഇപ്പം ഇത്തിരി മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി കൂടണതിന് മുന്നേ പോവാം. കാരണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നനച്ചിയൂലോ. എന്തായാലും കോട്ടിടണം. അപ്പോൾ ഉള്ള ചെറിയ മഴയത്ത് പോയി കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു മെട്രോ പോയി, ജസ്റ്റ് മിസ്. അത് കഴിഞ്ഞ് ഒരു 7-8 മിനിറ്റിൽ തന്നെ വരും. 7-8 മിനിറ്റിലെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വരും. എന്നിട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് കൂടി അവിടെ നിർത്തിയിടും. എന്നിട്ടാണ് പിന്നെ മെട്രോ എടുക്കുന്നത്, ടെർമിനൽ ആയതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് ഇരിക്കാമെന്ന് കരുതി ഇരുന്നപ്പോഴത്തേക്കും എന്താ വണ്ടി വരുന്നുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. അതിന് വണ്ടി വന്നു, വണ്ടിയിൽ കയറിയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ടെർമിനലിന് പോണതുകൊണ്ട് കയറുമ്പോൾ അധികം ആരും ഉണ്ടാവില്ല. അവിടെ നിന്നാണല്ലോ ആദ്യം കയറുന്നത്. അപ്പം ഇങ്ങനെ സീറ്റൊക്കെ ഒഴിഞ്ഞായിരിക്കും കിടക്കുക. പിന്നെ പോകെ ആളുകൾ കയറും. പിന്നെ തിരക്കായി തുടങ്ങും. അങ്ങനെ ഞാൻ മെട്രോയിൽ നിന്ന് ഇറങ്ങി നേരെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ലിഫ്റ്റിൽ കയറി. എല്ലാ ദിവസവും സ്റ്റെപ്പായി കയറി ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. ഇറങ്ങുന്നത് സ്റ്റെപ്പിനാണ്, കണ്ട ഇത് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. കയറുന്നത് ലിഫ്റ്റിന്. കാരണം 5 നിലയുള്ളതുകൊണ്ട് കയറുമ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറും, ഇറങ്ങുമ്പോൾ നടന്നിറങ്ങും. അങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല മഴ. രാവിലെ തുടങ്ങി മഴ, ഇതുവരെ തോർന്നിട്ടില്ല. കർക്കിടക മഴയായിരിക്കും. എൻ്റെ അമ്മ മഴ ഒന്ന് കുറയുമെന്ന് വിചാരിച്ച് സ്കൂളിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ കുറയുന്നില്ല. നിൽക്കില്ലാന്നറിയാം, ആ മഴയുടെ പെയ്ത്തുണ്ടല്ലോ അറിയാലോ. പക്ഷെ കുറയുന്നുമില്ല. എന്നിട്ട് നിച്ചുവിന് കോട്ടില്ലാത്തതുകൊണ്ട് തലയിൽ കൂടി കവറൊക്കെ വെച്ചിട്ടാണ് വന്നത്. തല നനയുണ്ടാന്ന് കരുതി. ഉടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട്. എൻ്റെ മുട്ടിന് താഴേക്ക് നനഞ്ഞു. മുട്ടിൻ്റെ താഴെ വരെ ഉള്ളൂ കോട്ട്, ബാക്കി നനഞ്ഞു. ഇനി എനിക്ക് ചോറുണ്ണണം. ഇപ്പം 4:30 കഴിഞ്ഞു. കുറച്ച് വൈകി, മഴയായതുകൊണ്ട് അവിടെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തു. കടയിലൊക്കെ ഒന്ന് കയറി. അങ്ങനെ 4:30 കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനും ഡ്രസ്സൊക്കെ മാറി ചോറുണ്ണട്ടെ. ഞാൻ എന്താ നിച്ചു പഠിപ്പിച്ചേ? എന്താ ഇന്ന് പഠിപ്പിച്ചത്? വന്ന വഴി പഠിപ്പിക്കുക. എന്തെടുത്ത് കാണിച്ചു? 0യും 1. ഇതെന്താ? 1010 എന്ന് പറഞ്ഞാൽ മതി. ചോറുണ്ണാൻ വേണ്ടി പോണേ ഉള്ളൂ. സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുക, അതുകൊണ്ട് അത് വൈകിട്ട് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അച്ചാർ കൊടുത്തു. കഴിക്കട്ടെ. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിക്കഴിയുമ്പോൾ അവൾക്ക് കുറച്ച് നേരം സ്ലേറ്റ് എടുത്ത് കൊടുക്കണം കേട്ടോ. അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയും വരച്ചും കളിച്ചൊക്കെ ഇരുന്നോളും. നല്ല കാര്യമാണല്ലോ, എഴുതാനും പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ അതെടുത്ത് കൊടുക്കും. ഗുഡ് ഗേൾ. അങ്ങനെ നിച്ചുവിൻ്റെ ഒപ്പം കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിരിക്കാനൊന്നും നേരമില്ല. ഉടനെ അടുത്തടുത്ത പണികളാണ്. അടിച്ചു വാരലൊക്കെ വൈകുന്നേരമാണ്. രാവിലെ ഫ്രണ്ടിൽ വരാന്ത മാത്രം അടിച്ചിട്ട് പോവും. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് ബാക്കി അടിച്ചു വാരലും വേസ്റ്റ് കളയാൻ പോകലൊക്കെ.
എല്ലാ പണികളും അങ്ങനത്തെ എല്ലാ പണികളും വൈകുന്നേരമാണ് ചെയ്യണം. ആ പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് വേറെ കുറച്ച് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കാം. അത് നോക്കി അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിച്ചുവിനെ ഹോംവർക്ക് എഴുതിക്കാൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത പണി നിച്ചുവിനെ ഹോംവർക്ക് എഴുതിക്കൽ. ഇതിങ്ങനെ മറ്റേ തിരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത ആ അവസ്ഥയപ്പം എൻ്റെ. ഒരു പണി കഴിഞ്ഞു ഉടനെ അടുത്ത പണി, അത് കഴിഞ്ഞ് അടുത്ത പണി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി കിടക്കുന്നവരിങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ഒരുപാട് നേരം ചുമ്മാ ഇരുന്ന് സമയം കളയുമായിരുന്നു. ഇപ്പോൾ സമയം കളയാൻ സമയമില്ല. എല്ലാ പണികളും ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതൊരു രസമാണ്. ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ജീവിതത്തിൽ. അപ്പം അതും അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഞാൻ അങ്ങനെ ആ ഒരു ലൈഫും ഇപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. കോവയ്ക്ക, തേങ്ങ ചുരണ്ടി വെച്ചു, മത്തങ്ങ, ഉള്ളി, ഇത്രയും നന്നാക്കി വെച്ചു. അപ്പം എനിക്ക് നാളെ രാവിലെ എനിക്ക് പണി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതാ ഒരാളവിടെ ഇരുന്ന് പെന്ന് എഴുതാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഇത്രയായോളാ മുത്തേ? ഇനി ഇത് കഴിഞ്ഞ് എഴുതണ്ടേ? എന്നെ മുത്തേ എത്ര സ്ലോ. ഞാനിവിടെ 10 എഴുതാൻ ഏൽപ്പിച്ചിട്ട് പണി ചെയ്യാൻ പോയിട്ട് എൻ്റെ അത്രയും പണി കഴിഞ്ഞിട്ട് അവള് മാമ്പഴമൊക്കെ ചെത്തി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇതൊന്ന് എഴുതിച്ച് കംപ്ലീറ്റ് ആക്കിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു, മാമ്പഴമൊക്കെ കഴിച്ചു, പിന്നെ ഹോംവർക്ക് എഴുതി അല്ലേ, ഒക്കെ കഴിഞ്ഞ് അപ്പം അതേ കിടക്കാൻ പോവാ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.